ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും ഹെസദ് യൂട്യൂബ് ചാനലിലൂടെ ലോഗോസിൻ്റെ ചോദ്യോത്തരങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇടുന്നത് ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻ ആൻസറാണ് ഓരോ ദിവസവും ഇടുന്നത്. ഒരുപാട് ചോദ്യോത്തരങ്ങൾ ഇടാത്തത് ഈ 25 ക്വസ്റ്റ്യൻ ആൻസർ ഇടുമ്പോൾ തന്നെ 2 ദിവസത്തിനകം നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലോഗോസ് ബൈബിൾ ക്വിസിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് റൂത്തിൻ്റെ പുസ്തകം, അതിൽ ആമുഖവും 1-ാമത്തെ അധ്യായവുമാണ്. 1. യഹൂദ വംശജയല്ലാത്തവൾ ആരായിരുന്നു? എ. നവോമി, ബി. മഹ്ലോൻ, സി. റൂത്ത്, ഡി. റൂത്തിൻ്റെ അമ്മായിയമ്മ. ഉത്തരം സി. റൂത്ത്. 2. എങ്ങനെയുള്ള റൂത്തിനെയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചത്? എ. വിശ്വസ്തയായ, ബി. വിശ്വസ്തയും കാരുണ്യവതിയുമായ, സി. സുഹൃദിനിയും കാരുണ്യവതിയുമായ, ഡി. സുഹൃദിനിയും വിശ്വസ്തയുമായ. ഉത്തരം ഡി. സുഹൃദിനിയും വിശ്വസ്തയുമായ. 3. നവോമി ജെറുസലമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് ആരോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് അവളോടൊപ്പം ജെറുസലമിലേക്ക് പോന്നത്? എ. ഭർത്താവിനോടും അമ്മായിയമ്മയോടും, ബി. ഭർത്താവിൻ്റെ കുടുംബത്തോടും അമ്മായിയമ്മയോടും, സി. ഭർത്താവിനോടും അമ്മായിയമ്മയുടെ ദൈവത്തോടും, ഡി. ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും. ഉത്തരം ഡി. ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും. 4. റൂത്ത് എന്തിൻ്റെ മാതൃകയായി ആണ് മാറിയത്? എ. വിശ്വസ്തതയ്ക്ക്, ബി. സുഹൃതത്തിന്, സി. കുടുംബജീവിതത്തിന്, ഡി. ദൈവഭക്തിക്ക്. ഉത്തരം എ. വിശ്വസ്തതയ്ക്ക്. 5. റൂത്ത് മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനുമായ ആരെയാണ് വിവാഹം കഴിച്ചത്? എ. എലിമെലെക്കിനെ, ബി. ബോവാസിനെ, സി. മഹ്ലോനെ, ഡി. കിരിയാനെ. ഉത്തരം ബി. ബോവാസിനെ. 6. ആരുടെ ഭരണകാലത്താണ് മോവാബിൽ ക്ഷാമമുണ്ടായത്? എ. ന്യായാധിപന്മാരുടെ, ബി. രാജാക്കന്മാരുടെ, സി. എലിമെലെക്കിൻ്റെ, ഡി. മഹ്ലോൻ്റെ. ഉത്തരം എ. ന്യായാധിപന്മാരുടെ. 7. യൂദയായിലെ ബത്ലഹേംകാരനായ എലിമെലെക് ആരോടൊപ്പമാണ് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തത്? എ. ഭാര്യയോടൊപ്പം, ബി. ഭാര്യയോടും മക്കളോടും മരുമക്കളോടുമൊപ്പം, സി. കുടുംബത്തോടൊപ്പം, ഡി. ഭാര്യയോടും പുത്രന്മാരോടുമൊപ്പം. ഉത്തരം ഡി. ഭാര്യയോടും പുത്രന്മാരോടുമൊപ്പം. 8. എലിമെലെക്കിന് എത്ര മക്കളുണ്ടായിരുന്നു? എ. 1, ബി. 2, സി. 3, ഡി. 4. ഉത്തരം ബി. 2. 9. എലിമെലെക്കിൻ്റെ മക്കൾ ആരെല്ലാമായിരുന്നു? എ. ഓർഫ, റൂത്ത്, ബി. ഓർഫ, മഹ്ലോൻ, സി. റൂത്ത്, മഹ്ലോൻ, ഡി. മഹ്ലോൻ, കിലിയോൻ. ഉത്തരം ഡി. മഹ്ലോൻ, കിലിയോൻ. 10. എലിമെലെക്കിൻ്റെ പുത്രന്മാർ മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ച് എത്ര വർഷം അവിടെ താമസിച്ചു? എ. 8 വർഷം, ബി. 10 വർഷം, സി. 12 വർഷം, ഡി. 13 വർഷം. ഉത്തരം ബി. 10 വർഷം. 11. ഏത് കാര്യം കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോട് കൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങിയത്? എ. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു, ബി. കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു,
സി കർത്താവ് തൻ്റെ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ഡി കർത്താവ് തൻ്റെ ജനത്തെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്നു. ഉത്തരം എ കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. 12. നവോമി മരുമക്കളോട് നിങ്ങൾ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറഞ്ഞത് എവിടെ വെച്ചാണ്? എ യൂദയായിൽ വെച്ച്, ബി മൊബാവിൽ വെച്ച്, സി യൂദയായിലേക്കുള്ള വഴിയിൽ വെച്ച്, ഡി മൊബാവിൽ നിന്നും പുറപ്പെട്ടപ്പോൾ. ഉത്തരം സി യൂദയായിലേക്കുള്ള വഴിയിൽ വെച്ച്. 13. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നവോമി മരുമക്കളോട് ചെയ്തതെന്ത്? എ അവരെ തലോടി, ബി അവരെ കെട്ടിപ്പിടിച്ചു, സി അവരെ ചുംബിച്ചു, ഡി അവരെ നോക്കി കരഞ്ഞു. ഉത്തരം സി അവരെ ചുംബിച്ചു. 14. അമ്മായി അമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത് ആരാണ്? എ ഓർഫ, ബി റൂത്ത്, സി മഹലോൻ, ഡി 2 മരുമക്കളും. ഉത്തരം എ ഓർഫ. 15. നവോമിയുടെ മരുമക്കൾ ആരെല്ലാം ആയിരുന്നു? എ മഹ്ലോൻ കിലിയോൻ, ബി മഹ്ലോൻ ഓർഫ, സി മഹ്ലോൻ റൂത്ത്, ഡി ഓർഫ റൂത്ത്. ഉത്തരം ഡി ഓർഫ റൂത്ത്. 16. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും ഇങ്ങനെ പറഞ്ഞത് ആര്? എ ഓർഫ, ബി മഹ്ലോൻ, സി റൂത്ത്, ഡി കിലിയോൻ. ഉത്തരം സി റൂത്ത്. 17. ഏത് പട്ടണത്തിലെത്തിയപ്പോഴാണ് നവോമിയെ കണ്ട് അവർ വിസ്മയിച്ചത്? എ ബെത്ലഹേം, ബി മൊബാവ്, സി എത്യോപ്യ, ഡി എഫ്രാത്യ. ഉത്തരം എ ബെത്ലഹേം. 18. നവോമിയെ കണ്ടപ്പോൾ പട്ടണത്തിലുള്ള ആരാണ് ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചത്? എ പട്ടണവാസികൾ, ബി ചാർച്ചക്കാർ, സി സ്ത്രീകൾ, ഡി പുരുഷന്മാരും സ്ത്രീകളും. ഉത്തരം സി സ്ത്രീകൾ. 19. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ മാറ, ബി സന്തുഷ്ട, സി കാരുണ്യവതി, ഡി ദൈവം കരുണ കാണിച്ചവൾ. ഉത്തരം ബി സന്തുഷ്ട. 20. സർവശക്തൻ എന്നോട് എങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് നവോമി പറയുന്നത്? എ കാരുണ്യമോടെ, ബി കഠിനമായി, സി സ്നേഹമോടെ, ഡി സ്നേഹവും കാരുണ്യവുമായി. ഉത്തരം ബി കഠിനമായി. 21. നവോമി എന്നല്ല എന്നെ വിളിക്കേണ്ടത്, പിന്നെ എന്ത് വിളിക്കാനാണ് നവോമി സ്ത്രീകളോട് പറഞ്ഞത്? എ സന്തുഷ്ട, ബി വൃദ്ധ, സി മാറ, ഡി ദൈവം കഠിനമായി പ്രവർത്തിച്ചവൾ. ഉത്തരം സി മാറ. 22. നവോമിയെ കർത്താവ് ബെത്ലഹേമിലേക്ക് തിരിച്ചയച്ചത് എങ്ങനെ? എ ഭർത്താവും മക്കളും നഷ്ടപ്പെട്ടവളായി, ബി എല്ലാം തികഞ്ഞവളായി, സി ഞെരുക്കമുള്ളവളായി, ഡി ഒന്നുമില്ലാത്തവളായി. ഉത്തരം ഡി ഒന്നുമില്ലാത്തവളായി. 23. നവോമിയും മരുമകളും ബെത്ലഹേമിൽ എത്തിയത് എപ്പോൾ? എ ഗോതമ്പ് കൊയ്ത്ത് തുടങ്ങിയപ്പോൾ, ബി ഗോതമ്പ് കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ, സി ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ, ഡി ബാർലി കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ. ഉത്തരം സി ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. 24. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. നവോമി ഇങ്ങനെ പറഞ്ഞത് ആരോടാണ്? എ ബെത്ലഹേം നിവാസികളോട്,
ബി ബെത്ലഹേമിലെ സ്ത്രീകളോട്, സി ഇത് നവോമിയോ എന്ന് ചോദിച്ചവരോട്, ഡി മരുമക്കളോട്. ഉത്തരം ഡി മരുമക്കളോട്. 25. എനിക്ക് ആപത്ത് വരുത്തിയത് ആരാണെന്നാണ് നവോമി പറഞ്ഞത്? എ കർത്താവ്, ബി സർവശക്തൻ, സി അവിടുന്ന്, ഡി ദൈവം. ഉത്തരം ബി സർവശക്തൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.